സങ്കടങ്ങളില്ലാത്ത സ്വർഗ്ഗം, ദുഃഖങ്ങളില്ലാത്ത സ്വർഗ്ഗം, വേദനകളില്ലാത്ത സ്വർഗ്ഗം, കണ്ണുനീരുകളില്ലാത്ത സ്വർഗ്ഗം, കടങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും രോഗങ്ങളും ക്ഷീണങ്ങളും ഇല്ലാത്ത സ്വർഗ്ഗം, ആ സ്വർഗ്ഗം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഞങ്ങളെ അമലുകൊണ്ട് ഞങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കില്ല പടച്ചവനെ. പക്ഷേ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങള്. അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് സ്വർഗ്ഗത്തിലെ മനോഹരമായ അരുവികളെ പറ്റി പറയുകയാണ്. സഹാബ, സ്വർഗ്ഗത്തിൽ മനോഹരമായ അരുവികളുണ്ട്. സഹാബത്ത് ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, ആ സ്വർഗ്ഗത്തിലെ അരുവികൾ ആർക്കുള്ളതാണ് നബിയേ? ഹബീബായ മുത്തുനബി തങ്ങൾ പറയാണ്, സഹാബ, ആ സ്വർഗ്ഗത്തിലുള്ള അരുവികള് ലിമൻ അതാബൽ കലാം, സംസാരം നല്ല സുഗന്ധമുള്ള സംസാരം സംസാരിക്കുന്നവർക്കുള്ളതാണ്. ആരെയും വേദനിപ്പിക്കാതെ, ആരെയും സങ്കടപ്പെടുത്താതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ നല്ലത് സംസാരിക്കുന്ന ആളുകളുണ്ടല്ലോ. ലിമൻ അതാബൽ കലാം, നല്ല സംസാരങ്ങൾ സംസാരിക്കുന്നവർക്കുള്ളതാണ് സ്വർഗ്ഗത്തിലെ അരുവികളെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഉമ്മമാരെ, ബാപ്പമാരെ, ഒരാളെയും കുറ്റം പറയരുത്, ചീത്ത പറയരുത്, തെറി പറയരുത്, വേദനിപ്പിക്കുന്ന സംസാരം സംസാരിക്കരുത്, നല്ലത് മാത്രം സംസാരിക്കണോ. നമ്മുടെ സംസാരം കൊണ്ട് ഒരാളെ മനസ്സിലും ഒരു വേദന വന്നു പോകരുത്. നമ്മുടെ സംസാരം കൊണ്ട് മറ്റൊരാൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു അതേ അവിടുന്ന് പറയുകയാണ്, ഒരിക്കൽ ഹബീബായ മുത്തുനബി തങ്ങൾക്ക് സ്വഹാബത്ത് മുഴുവനോ സമ്മാനങ്ങൾ വന്നു കൊടുക്കുകയാണ്. സ്വഹാബത്ത് പലരും പലഹാരങ്ങൾ മുത്തുനബിക്ക് സമ്മാനമായി കൊടുക്കുന്നുണ്ട്. സുഗന്ധം അത്തറ് കൊടുക്കുന്നുണ്ട്. നല്ല നല്ല അത്തറുകൾ മുത്തുനബിക്ക് സമ്മാനമായി സ്വഹാബത്ത് പലരും കൊടുക്കുന്നുണ്ട്. പലഹാരങ്ങൾ കൊടുക്കുന്നുണ്ട്, കമീസ് കൊടുക്കുന്നുണ്ട്, ഇറച്ചി കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുത്തുനബിക്ക് പല സ്വഹാബത്തും വന്ന സമ്മാനങ്ങൾ കൊടുക്കുമ്പോ ഹബീബായ മുത്തുനബി തങ്ങളുടെ ഖാദിമാവാൻ ഭാഗ്യം ലഭിച്ച അനസ് തങ്ങൾ പറയാണ്, ഇങ്ങനെ മുത്തുനബിക്ക് സ്വഹാബത്ത് സമ്മാനങ്ങൾ വന്നു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അനസ് തങ്ങൾ പറയാണ്, എന്റെ ഉമ്മ ഒരു വാതിലിന്റെ മറവിലേക്ക് മാറി നിൽക്കുകയാണ്. എന്റെ ഉമ്മാന്റെ കയ്യിൽ മുത്തുനബിക്ക് കൊടുക്കാനൊന്നുമില്ല, അതിനുള്ള കപ്പാസിറ്റി ഇല്ല. പാവപ്പെട്ട ഉമ്മയാണ്, സാധുവാണ്. എന്റെ ഉമ്മ ഒന്നും കൊടുക്കാനില്ലാതെ മാറി നിൽക്കുകയാണ്. എല്ലാ സ്വഹാബത്വം സമ്മാനങ്ങൾ കൊടുത്തു തിരിച്ചു പോയി. മുത്തുനബി തങ്ങൾ ചോദിച്ചു, ഇനി ആരാണുള്ളത്? ആ സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അനസ് തങ്ങളെ ഉമ്മ പറയാണ്, യാ റസൂലല്ലാഹ്, ഈ പാവപ്പെട്ടവളുണ്ട് നബിയേ, ഞാൻ അനസിന്റെ ഉമ്മയാണല്ലോ നബിയേ, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, അങ്ങേക്ക് തരാൻ എന്റെ കയ്യിലൊന്നുമില്ല യാ റസൂലല്ലാഹ്, എന്റെ കയ്യിലുള്ളത് എന്റെ പൊന്നുമോനായ അനസ് തങ്ങൾ മാത്രമാണ്. ആ അനസിനെ ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചുവല്ലോ നബിയേ, ആ അനസിനെ അങ്ങെടുത്തോളൂ നബിയേ, ആ അനസിനെ അങ്ങേക്ക് ഞാൻ നൽകി നബിയേ. ആ അനസ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങേക്ക് ഖിദ്മത്തെടുക്കാൻ സേവനം ചെയ്യാൻ
ഞാൻ നൽകുകയാണ് യാ റസൂലല്ലാഹ്. ഒരുപാട് കാലം ഹബീബായ തങ്ങളുടെ ഖാദിമായി കൂടെ നടക്കാൻ, മുത്തുനബിക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ ഭാഗ്യം ലഭിച്ച സ്വഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരുപാട് കാലം ഞാൻ മുത്തുനബിക്ക് ഖിദ്മത്ത് എടുത്തിട്ട് ഒരിക്കൽ പോലും ഹബീബായ തങ്ങള് എന്നോട് അനസേ നീ എന്തിനാ അങ്ങനെ ചെയ്തു എന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല. അനസേ നീ അങ്ങനെ എന്തിനാ ചെയ്തത്, ഇങ്ങനെ ഒരു ചോദ്യം പോലും മുത്തുനബി ചോദിച്ചിട്ടില്ല. അനസ് തങ്ങള് മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വർത്തമാനവും ഹബീബായ തങ്ങളും ഇത്രയും കാലത്തിനിടയിൽ സംസാരിച്ചിട്ടില്ല എന്ന് അനസ് തങ്ങൾ പറയുകയാണ്. ഒരുപാട് കാലം റസൂലുള്ളാഹിന്റെ ഖാദിമായി കൂടെ നടന്നിട്ടും അനസ് തങ്ങൾ പറയാൻ, ഇത്രയും കാലം ഞാൻ മുത്തുനബിന്റെ കൂടെ ഒരു ഖാദിമായി നടന്നിട്ടും ഇത്രയും കാലം അല്ല അനസ് എന്തിനാ അങ്ങനെ ചെയ്ത് എന്ന് പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, ഒരാളെയും വേദനിപ്പിക്കാതെ, ഒരാളുടെ മനസ്സിനെ സങ്കടപ്പെടുത്താതെ നല്ല ഒരു സംസാരം സംസാരിച്ചാൽ, നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട് ആരെയും പ്രയാസപ്പെടുത്താതെ നല്ലത് മാത്രം സംസാരിച്ചാൽ, ലിമൻ അത്വാബൽ കലാം, നല്ല സംസാരം സംസാരിക്കുന്നവർക്കാണ് സ്വർഗ്ഗത്തിലെ മനോഹരമായ അരുവികൾ അല്ലാഹു തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുൽഹിജ്ജ മാസത്തിൽ നല്ലൊരു തീരുമാനം എടുത്തോളൂ. ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്ന സംസാരം സംസാരിക്കില്ല, ഒരു ഗീബത്ത് പറയൂല, കളവ് പറയൂല, ആരെയും വേദനിപ്പിക്കൂല എന്ന ഒരു തീരുമാനിച്ചോളൂ. നമ്മൾ ഇങ്ങോട്ട് ബുദ്ധിമുട്ടിച്ചാൽ പോലും അങ്ങോട്ട് മാപ്പ് കൊടുക്കും എന്നൊരു തീരുമാനിച്ചോളൂ. നമ്മുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുത്തോളൂ. അവരാണ് യഥാർത്ഥ മുത്തുനബിയോട് ഇഷ്ടമുള്ളവർ, നല്ല സംസാരം സംസാരിക്കുന്നവർ. അവർക്ക് ഹബീബായ തങ്ങളോട് വല്ലാത്ത സ്നേഹമായിരിക്കും. നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ, നമ്മുടെ മക്കൾക്ക് നമ്മൾ ആദ്യം തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പ്രധാനമായും 3 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അതിലൊന്നാമത്തേത് ഹുബ്ബി നബിയിക്കും, നിങ്ങളുടെ നബിയായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വല്ലാത്ത മഹബ്ബത്താണ്, സ്നേഹമാണ്. അതാണ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. രണ്ടാമത്തേത് വഹുബ്ബി അഹ്ലി ബൈതിഹി, റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്തിനോട്, തങ്ങന്മാരോടും സാദാത്തുക്കളോടും അവരോടൊക്കെയുള്ള സ്നേഹമാണ് രണ്ടാമതായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. മറ്റൊരു കാര്യം എന്താണ്? വതിലാവത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാൻ പഠിപ്പിച്ചു കൊടുക്കണം. ഈ 3 കാര്യങ്ങളും നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഒന്ന് ഹുബ്ബി നബിയിക്കും, റസൂലുള്ളാഹിനോടുള്ള സ്നേഹം. വഹുബ്ബി അഹ്ലി ബൈതിഹി, റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം. മറ്റൊന്ന് തിലാവത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാൻ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ ഉമ്മമാരെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ പഠിച്ചാൽ നമ്മുടെ മക്കൾ നന്നായി കിട്ടും. മക്കളെ കൊണ്ടൊരു തലവേദന ഉണ്ടാവില്ല. ലഹരി ഉപയോഗിക്കുന്ന, മോശത്തരത്തിലേക്ക് പോകുന്ന മക്കളാവൂല. ഈ 3 കാര്യവും നമ്മൾ ചെറുപ്പത്തിലെ ശീലിച്ച് പഠിപ്പിച്ച് വളർത്തിയാൽ പിന്നെ ഒരു ലഹരിയും ചീത്ത സ്വഭാവവും ചീത്ത കൂട്ടുകെട്ടും ബുദ്ധിമുട്ടും ഒരു മക്കളെ കൊണ്ടുണ്ടാവൂല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉർദുൽ ലത്തീഫിലേക്ക് കടക്കുകയാണ്. ഒരുപാട് വേദനകളും സങ്കടങ്ങളും മനസ്സിന്റെ അകത്തൊതുക്കി പിടിച്ചു കഴിയുന്നവരുണ്ട്. എല്ലാത്തിനും വലിയ ഫലമാണ്, ഇജാബത്താണ് ഉർദുൽ ലത്തീഫ്. ആത്മാർത്ഥമായി അങ്ങ് ചൊല്ലിയാൽ ഇതിനും പരിഹാരമാണ്. എല്ലാവരും അങ്ങ് ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്